ഹേ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡ് തന്നെയാണ്, പക്ഷേ ഇന്നൊരു 100+ കിലോമീറ്റർ ആട്ടോ പോകുന്നത്. അപ്പോൾ സമയം രാവിലെ 4:30 ആവുന്നു. അപ്പം നമ്മൾ യൂഷ്വലി ഇറങ്ങുന്നേക്കാളും കുറച്ച് നേരത്തെ ആട്ടോ ഒന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പം നമ്മൾ 30 കിലോമീറ്ററിന് ശേഷം മൂവാറ്റുപുഴ എത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുവാണ്. ഇവിടുന്ന് റൈറ്റ് പോയാൽ നമ്മുടെ കോതമംഗലം മൂന്നാർ റൂട്ടൊക്കെ കേട്ടോ. നമ്മളിത് ലെഫ്റ്റ് എടുത്ത് തൃശ്ശൂർ റൂട്ടിൽ അങ്കമാലി റൂട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ രാവിലെ ഈ സമയം ആയതുകൊണ്ട് നമ്മുടെ MC റോഡിൽ അത്ര തിരക്കില്ല കേട്ടോ. നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ MC റോഡിൽ നിന്ന് റൈറ്റ് എടുത്തു കേട്ടോ, കീഴിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മലയാറ്റൂരിനെ. അപ്പോൾ ഇത് ഇവിടുന്നാണ് റൈറ്റ് എടുത്ത് നമ്മൾ മണിപ്പാറ പോകുന്നത്. അതായത് നമ്മൾ കല്ലുകൊണ്ട് ഇടിക്കുമ്പോൾ ആ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നൊരു പാറയുണ്ടല്ലോ, മണിപ്പാറ. നമ്മൾ 1-2 അവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഈ ഒരു റൈറ്റ് കനാൽ റൂട്ടുണ്ട്, ഈ റൂട്ട് എടുത്തിട്ടാട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഇന്ന് വലിയൊരു മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയൊരു മൂടലുണ്ട് കേട്ടോ. അത്രയ്ക്കൊരു തണുപ്പുമില്ല. മേ ബി ഇന്നലെ മഴയൊന്നും പെയ്യാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. 2 ദിവസമൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് മഴയില്ല. അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മുടെ MC റോഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ വഴി കേട്ടോ. പക്ഷേ ബമ്പി റോഡ്സാണ്, ഇതുപോലെ ചാടി ചാടി പോകേണ്ടി വരും. അപ്പോൾ നമ്മളൊരു കനാലിൻ്റെ സൈഡിൽ കൂടെ ആട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പൂക്കണ മരങ്ങളാട്ടോ, പൂക്കളുണ്ടാകുന്ന മരങ്ങളാണ്. അപ്പം എന്താ പറയുക, ഒരു സ്പ്രിങ് സീസണിലൊക്കെ വരുവാണെങ്കിൽ രാവിലെ ചെറിയൊരു മഞ്ഞും ഈ മരങ്ങളൊക്കെ പൂത്ത് ആ പൂക്കളും ആ നിറങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാട്ടോ കാണാൻ. അങ്ങനെ അതെ നമ്മൾ പോന്നപ്പം രാവിലത്തെ സൺറൈസ് കണ്ടിട്ടൊന്ന് തിരിച്ചു കേട്ടോ. അതെ, ആ 2 തെങ്ങിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള ഒരു സണ്ണിൻ്റെ വ്യൂ അത് കണ്ടിട്ടൊന്ന് നിർത്തി കേട്ടോ. ഒരു നൈസ് ഫ്രെയിം ആട്ടോ അത്. അങ്ങനെ അവിടുന്ന് 2 സ്റ്റാപ്പൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും മുമ്പോട്ട്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്ഥലം ഹൈമുറി കേട്ടോ. എന്ത് വലിയ റോഡാന്ന് നോക്കിയേ. എന്നാൽ വണ്ടികളുണ്ടോ? വണ്ടികളും ഇല്ല കേട്ടോ.
ഗായ്സ് വീണ്ടും നല്ലൊരു ഫ്രെയിമും കണ്ട് അതുപോലെ ഒരു പട്ടിയെയും കണ്ട്. ഇവ നമ്മുടെ പുറകെ ഓടി വരുമായിരുന്നേ. അപ്പോൾ കാര്യം പറഞ്ഞ പാലമാണ്. അപ്പോൾ ഇവിടെ നിർത്തി. യൂഷ്വലി നമ്മൾ ബ്രിഡ്ജിൽ നിർത്തരുത് എന്നുള്ളൊരു സംഭവം ഉണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നിർത്തിയൊരു ഫോട്ടോ എടുത്തിട്ട് പോയേക്കാട്ടോ. അപ്പോൾ കുറുപ്പമ്പടി കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ക്ലൈംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ദൂരെ ചെറിയ മലയൊക്കെ കാണാം കേട്ടോ. മലയാറ്റൂരിലെ പള്ളി കേട്ടോ, സെൻറ് തോമസ് പള്ളി. അങ്ങനെ നമ്മൾ അടിവാരത്തെത്തി കേട്ടോ. മലയാറ്റൂർ അടിവാരമാണ്. മലയാറ്റൂർ മല കേട്ടോ, റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് കാർണിവലിൻ്റെ പരിപാടികളാട്ടോ. നമ്മുടെ എന്നാ പറയുന്നത്, മറ്റേ ജൈൻറ്റ് വീല്. അതുകൊണ്ട് അവിടെ മരണക്കിണറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കാർണിവലിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നമ്മൾ മലയാറ്റൂർ വന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു തടാകം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മണപ്പാട്ടുചിറ, അങ്ങനെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. പക്ഷേ ഇത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫേമസ് ആയിട്ട് വേറൊരു പേരെന്ന് പറഞ്ഞാൽ നക്ഷത്ര തടാകം എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതിൻ്റെ ചുറ്റും നക്ഷത്രങ്ങളാണ് കേട്ടോ. അതായത് ഈ ഒരു സമയത്ത്, അതായത് ഡിസംബർ നമ്മുടെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ഒക്കെ സമയത്താണ് ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ചുറ്റുവിടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടുന്ന നക്ഷത്രങ്ങളുടെ എന്താണ് എണ്ണത്തിലൊരു രസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്തവണ 1025 നക്ഷത്രങ്ങളാണ് ഇതിന് ചുറ്റുവിടുന്നത്. അതായത് നമ്മൾ ഈ ഒരു ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ 2025 വെൽക്കം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തവണ 1025 ആ ഒരു നമ്പറാട്ടോ. എന്താണെങ്കിലും ആരും ഇതൊന്നും എണ്ണി നോക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ള പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്താണ് ഇവിടെ കാർണിവലൊക്കെ വന്നിട്ട് എന്താണ് ന്യൂ ഇയറൊക്കെ നല്ല സെലിബ്രേഷൻ ആട്ടോ. നമ്മുടെ പാപ്പാനെ കത്തിക്കുന്ന പരിപാടികളും. അതുപോലെ തന്നെ രാവിലെ ഈ ഒരു സമയത്തൊക്കെ വരുവാണെങ്കിൽ തടാകത്തിന് ചുറ്റും ഈ ഒരു സ്ഥലത്തൊക്കെ ഭയങ്കര ഒരു നല്ല ആംബിയൻസ് ആട്ടോ, ഒരു പീസ്ഫുൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം കേട്ടോ. ഇങ്ങനെ വാക്കിങ്ങും എന്താ പറയുന്നത്, ചുമ്മാ വന്നിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വഴിയാണ് വന്നത്. അപ്പോൾ നമ്മുടെ തടാകം ചുറ്റി പോകുന്ന വഴി ഇതാട്ടോ. നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഫോറസ്റ്റ് റൂട്ടാണ്. നമ്മുടെ കാലടി അതുപോലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ അത് ഈ ഒരു വഴിക്ക് പോകട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് അങ്ങ് പോകുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്നങ്ങോട്ട് കയറിയിട്ട് വരാം കേട്ടോ. അവൻ രാവിലെ നല്ല കുരയാട്ടോ. ഇനി വല്ല പുലീനെയോ കടുവേനെയൊക്കെ കണ്ടിട്ട് കുരയ്ക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ എന്താ പറയുന്നത് ഫോറസ്റ്റ് റൂട്ട്. നമുക്ക് അതിരപ്പള്ളിയൊക്കെ ഫോറസ്റ്റ് വൈബിൽ പോവുകയാണെങ്കിൽ ഈ റൂട്ട് വന്നാൽ മതി. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഒരു ദിവസം ഈ ഒരു വഴിക്ക് വന്നിട്ട് കാലടി പ്ലാന്റേഷനൊക്കെ കൂടി നമുക്ക് അതിരപ്പള്ളി പോകാം കേട്ടോ. സൈക്കിൾ റൈഡ് നമുക്ക് ഏർലി മോർണിംഗ് ഒക്കെ ഇറങ്ങാം. അപ്പം എന്താ പറയുക, ഒരു മോർണിംഗ് വൈബൊക്കെ കിട്ടും കേട്ടോ.
അങ്ങനെ നമ്മൾ ആ തടാകത്തിൻ്റെ അങ്ങോട്ട് തിരിച്ചെത്തി കേട്ടോ. 3-4 പട്ടികളാണ് നമ്മളെ വെൽക്കം ചെയ്യാനുള്ള. മാറിക്കട അടുത്ത ഓടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തടാകത്തിൻ്റെ വലതേ സൈഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇടത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാട്ടോ. കാരണം ബാക്ക്ഗ്രൗണ്ടിലെ മലയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഒരു അടിപൊളി ഫ്രെയിമാണ്. പിന്നെ രാവിലത്തെ ചെറിയൊരു മഞ്ഞ് ആ വെള്ളത്തിൻ്റെ മേളിൽ കൂടെയൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ബൾബുകൾ മാത്രമേ കാണാവുള്ളൂ കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇങ്ങോട്ട് കണക്ഷനും കൊടുത്തിട്ടില്ല. അപ്പം ഇപ്പോൾ ചേട്ടനെ കണ്ടു, പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ യൂഷ്വലി 15-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും ഇട്ട് കഴിയുന്നതാണ്, ആ ഒരു സമയത്തൊക്കെ തെളിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തവണ കുറച്ച് ലേറ്റായി പോയിട്ടോ. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഉടനെ തന്നെ ഇത് ഫിനിഷ് ചെയ്യും, അത് കഴിഞ്ഞ് തെളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും 1-2 ദിവസത്തിനുള്ളിൽ നമുക്കിത് തെളിഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കാർണിവലിൻ്റെ ഉദ്ഘാടനം 20-ാം തീയതി മറ്റോ ആണെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും നമ്മൾ ക്രിസ്മസ് സമയത്ത് രാത്രി മലയാറ്റൂർ വന്നിട്ടില്ല കേട്ടോ. ഇത്തവണ വന്നം എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് ഇരിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാട്ടോ നക്ഷത്ര കവാടം എന്നൊക്കെ പറഞ്ഞിട്ടൊരു എൻട്രി പോലെ. കാര്യം പറഞ്ഞത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് എന്നൊക്കെ ഉള്ള രീതി ചെയ്തേക്കുന്നതാണ്. ഇവിടെ 3-4 മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടിലൊക്കെ ഇരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അതേ ഫുള്ള് എന്ന് പറഞ്ഞാൽ ക്ലീൻഡൊന്നും അല്ല കേട്ടോ. അപ്പം വെൽ മെയിൻറ്റെയിൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാർണിവലും സംഭവമൊക്കെ പ്രമാണിച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് കാഴ്ചകൾ. സമയം ഏകദേശം 8 മണിയാവുന്നു. നമ്മളൊരു 63 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ റിട്ടേൺ ഇനി ഒരു 63 കിലോമീറ്ററോടെ. അപ്പം എന്താണേലും അധികം വെയിലാകുന്നതിന് മുമ്പ് നമ്മൾ റിട്ടേൺ അടിക്കും കേട്ടോ. ഇപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ രാവിലത്തെ ചായക്കും കടിക്കും പകരം 2 പൊറോട്ടയും കൂടെ കഴിക്കും കേട്ടോ. അപ്പം ഇല്ല, സോ പൊറോട്ട മുട്ടക്കറി വിത്ത് ചായ.